ഹലോ, വെൽക്കം ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്ന് വഴുതനങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം എരിവും പുളിയും അതുപോലെ തന്നെ കുറച്ച് മധുരമൊക്കെ കൂടി ചേർന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് തിന്നായി പോകരുത്. നമുക്ക് ആദ്യം ഒന്ന് മസാല പുരട്ടി വെക്കണതിന്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാനിവിടെ 2 മുളക് പൊടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയും മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കരുത്, കാരണം കുറച്ച് സമയം വെക്കുമ്പോഴേക്കും ഈ വഴുതനങ്ങയിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിവിടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ആ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കരുത്, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇതൊരു മസാലയിലേക്ക് ഇടുന്ന സമയത്ത് ആ മസാല ഒന്നും ഇതിനകത്തോട് പിടിച്ച് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കി വഴുതനങ്ങ കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിൽ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ബാക്കി കുക്കിംഗ് ചെയ്താൽ മതി. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളക് കൂടിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് തിന്നാക്കി കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് 2-3 പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടി കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു കറി നമ്മൾ ചെറിയ ഉള്ളിയിൽ ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഉള്ളി വാടാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വഴുതനങ്ങ മസാല പുരട്ടുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കാൻ പോണത് വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ വെള്ളമാണ്. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ തന്നെ വാളംപുളി ഞാൻ ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വഴുതനങ്ങ നന്നായിട്ട് ഇതിനകത്ത് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം ആ ഒരു മസാലയിൽ ഇതിനകത്തോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടണമല്ലോ. അപ്പോൾ ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്വല്പം കൂടി വെള്ളം നമുക്ക് ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം, കാരണം പുളി കൂടിയും ഒഴിച്ചതുകൊണ്ട് ചിലപ്പോൾ ആ ടേസ്റ്റിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് ഞാനിതിലേക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കറായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ശർക്കരയാണ്. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കറി തന്നെയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണ് ഈ ഒരു കറിയുടെ ഒരു ടെക്സ്ചർ വരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ബ്രിഞ്ചാൽ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ കൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. കീപ് വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.